ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനു അല്ല, പക്ഷേ ഒരു സൺഡേ സ്പെഷ്യൽ കുക്കർ പ്രോൺ ബിരിയാണി. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. പിന്നെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം മാരിനേഷൻ ചെയ്യാം. അതിനായിട്ട് പ്രോൺസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പുരട്ടി എടുക്കാം. അതിൻ്റെ ഒപ്പം കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പുരട്ടി ഇതിൽ പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മാരിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് മസാലയും ചോറും കൂടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ബേസ് വെളിച്ചെണ്ണയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് നമ്മുടെ ഹോൾ മസാല, അതായത് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, തക്കോലം, പിന്നെ ബിരിയാണി ഇല, പിന്നെ പെരിഞ്ചീരകം, ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. ചതച്ചത് തന്നെ ചേർക്കണം. പേസ്റ്റ് ചേർത്താൽ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് വരിക. ചതച്ചതിന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ തന്നെ ചേർക്കുക. അതൊന്ന് മൂപ്പിച്ചിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റിലേക്ക് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ സവാളയും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കളർ മാറുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല, പിങ്ക് കളർ ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സവാള കുക്കാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള നന്നായി വഴന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. കുറച്ച് മുളക് പൊടി നമ്മൾ പ്രോൺസ് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എരിവ് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇനി ഈ മസാലപ്പൊടികൾക്ക് ഇട്ടിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കുക. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആവണ വരെ നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കണം. തക്കാളിനെ നന്നായി മസാലയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവട്ടെ. തക്കാളി ഒന്ന് നന്നായി മാഷായി വരുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വെറുതെ അരിഞ്ഞെടുത്ത പുതിന ഇലയും മല്ലിയിലയും ഒന്ന് റഫ് ചോപ്പ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മസാല നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പ് നമ്മൾ പ്രോൺസിൽ മാരിനേഷന് ചേർത്തിട്ടുണ്ട്. അതും കൂടി കണക്കാക്കിയിട്ട് വേണം ഇവിടെ ഉപ്പ് ചേർക്കാൻ. ഇനി മസാലയിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. പ്രോൺസ് ആണ്. മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓവറായിട്ട് കുക്ക് ചെയ്താൽ പ്രോൺസ് റബ്ബർ പോലെയാവും. അപ്പോൾ അധികം നേരിട്ട് ഇളക്കാണ്ട് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജീരകശാല അരി വെള്ളത്തിൽ നല്ലോണം ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട് വെക്കാം. ജീരകശാല അരി തന്നെ ഉപയോഗിക്കണം ഈ റെസിപ്പിക്ക്, എന്നാലേ നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പം അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ അരിയും പ്രോൺസും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം, നാരങ്ങ നീര്. പിന്നെ നമ്മൾ ഇതുവരെ ഇതിലേക്ക് നെയ്യ് ചേർത്തിട്ടില്ല, അപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ബിരിയാണി ആകുമ്പോൾ കുറച്ച് നെയ്യൊക്കെ വേണ്ടേ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നെയ്യ് കുറച്ച് ചേർത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്തത് ഇതിലേക്ക് അരി വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് ചൂടുവെള്ളം എന്നുള്ള കണക്കാണ്. അപ്പോൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പിൻ്റെ പാകമൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ കവർ ചെയ്തിട്ട് ഒരു 2 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗാർണിഷ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിൽ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം. ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് മുന്തിരിങ്ങ ആഡ് ചെയ്യുക. മുന്തിരിങ്ങ അല്ലെങ്കിൽ കിസ്മിസ്. അപ്പം അതും കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം കുറച്ച് നന്നായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് നല്ല മുരുമുരയെന്ന് ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കളർ മാറി തുടങ്ങി അങ്ങനെ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി എടുത്ത് വെക്കാം. അപ്പോൾ പ്രഷറൊക്കെ റിലീസായതിനു ശേഷം കുക്കർ തുറന്നിട്ട് നമ്മുടെ ബിരിയാണി റെഡിയാണ്. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക, വല്ലാണ്ട് ഉടയ്ക്കരുത്. സൈഡിൽ നിന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് പുതിന, മല്ലി, പച്ചമുളക് ഇതൊന്ന് റഫായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഫ്രഷ് ഫ്ലേവർ കൊടുക്കും ബിരിയാണിക്ക്. അപ്പം അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒപ്പം നമ്മൾ ഗാർണിഷിന് എടുത്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി. അപ്പോൾ ഇതിൻ്റെ ഒപ്പം റൈത്തയും കുറച്ച് അച്ചാറും പിന്നെ ഈ ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു ചട്നി ഉണ്ടല്ലോ, തേങ്ങയും പുതിനയൊക്കെ അരച്ചിട്ട്, ആ ചട്നിയും കൂടെ വെച്ചിട്ട് നമുക്ക് സൂപ്പർ ആയിട്ടുള്ള സൺഡേ ലഞ്ച് എൻജോയ് ചെയ്യാം. ഈ റെസിപ്പി എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.